ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്. കഴിഞ്ഞ സീസണിലൊക്കെ എൻ്റെ ഓർമ്മയുടെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ സീസൺ വരെയൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് ഒരു വർഷം വരെയൊക്കെ പുറത്ത് പറയാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു, അവരുടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ലേ? എൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഇൻ്റർവ്യൂ അല്ലാതെ പോഡ്കാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, എൻ്റെ ചില സംശയങ്ങളും തീർക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കുറച്ച് മുന്നോട്ട് പോകും. ഹൈപ്പ് മാക്സിമം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് അവിടെ എഴുതുക, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഒന്ന് അവിടെ എഴുതിയിടുക. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് ബിൻസി ആണെന്ന് തോന്നുന്നു. മറ്റാരും തന്നെ ഇൻ്റർവ്യൂവിൻ്റെ പുറകെ നടക്കുന്നില്ല. ബിൻസിക്ക് എല്ലാ ദിവസവും ഇൻ്റർവ്യൂ ആണ്. അത് കാശ് മേടിച്ചിട്ടാണോ അതോ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് അനുവിൻ്റെ PR. അതിൽ ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഇൻ്റർവ്യൂവിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അനുവിൻ്റെ PR ഒരു വിഷയമാണ്. 2, നെവിൻ എന്നെ പ്രപ്പോസ് ചെയ്ത് അളിയാ എന്ന് പറയുന്ന ആ ഒരു സാധനം. നെവിൻ തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യം, അത് സീരിയസ് ആയിട്ട് എടുത്തേക്കാണ്, പോട്ടെ എന്തെങ്കിലും ആവട്ടെ. പിന്നൊരു വിഷയം ചാച്ചൻ്റെ ഓട്ടോയാണ്. ഈ 3 കാര്യങ്ങളാണ് ബിൻസിക്ക് ഏതൊരു ഇൻ്റർവ്യൂവിലും പോയാൽ സംസാരിക്കാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അനുവിൻ്റെ PRനെ കുറിച്ച് തന്നെയാണ്. അതിൽ ഇപ്പോൾ ഈ പറയുന്ന പോഡ്കാസ്റ്റിനകത്ത് മാത്രം ചെറിയൊരു മാറ്റമുണ്ട്. അത് നമുക്ക് ബിൻസിയുടെ വീഡിയോ കണ്ട് തന്നെ സംസാരിക്കാം. ആ പോഡ്കാസ്റ്റിൻ്റെ ചില ഭാഗങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്കത് കണ്ട് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മാഹിൻ തന്നെ പറയുന്നുണ്ട്, മാഹിൻ ഈ സീസൺ അങ്ങനെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല, കാണാതെയാണ് ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ആ ത്രൂ ഔട്ട് പോഡ്കാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മാഹിൻ കാണാതെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ബിൻസിക്കൊരു മുൻധാരണ കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാവാനാണ് സാധ്യതയുള്ളത്. ഞാൻ ശരിക്കും ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ഈ സീസൺ കണ്ടിട്ടില്ല. ഞാനും. എന്തുകൊണ്ട് കണ്ടില്ല? സമയം തിരക്ക് കാരണമായിരിക്കും, എന്റെ തിരക്ക് കാരണമായിരിക്കും. പക്ഷെ ഞാൻ കഴിഞ്ഞ സീസൺ അതിന് മുന്നേ കണ്ടു. നമ്മൾ പക്ഷെ കുറെ സീസൺസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് വാച്ച് ചെയ്തിട്ടുണ്ട്, കുറെ വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. ഓക്കെ, മാഹിൻ പറയുന്നത് മാഹിൻ ഈ സീസൺ കണ്ടിട്ടില്ല, പക്ഷേ ഇവർ ഈ റീൽസും ഷോർട്സ് ഒക്കെ കണ്ട് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ എൻ്റയർ പോഡ്കാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാഹിൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കാര്യങ്ങൾ പുറത്ത് വരാൻ വേണ്ടിയായിരിക്കും, ഓരോന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയായിരിക്കും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് പറയുന്നത് അതിന് വേണ്ടിയായിരിക്കാം. അത് ആ എൻ്റയർ പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞതിൻ്റെ യഥാർത്ഥ സംഭവം എന്നുള്ളത്. മാഹിൻ കണ്ടിട്ടാണോ സംസാരിക്കുന്നത് അതോ കാണാതെയാണോ സംസാരിക്കുന്നത്? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. കൺഫ്യൂഷൻ സ്റ്റേജ് ആവും, നമുക്ക് എങ്ങനെ കളിക്കണമെന്ന് അല്ലെ? അങ്ങനെയൊക്കെ അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ അവസ്ഥയാണ് മാഹിൻ മച്ചാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ എനിക്ക് വിലയിരുത്തിയൊരു സാധനമാണ്. അപ്പം നമ്മൾ കിളി പാറും ആശിക്കേ, നമ്മൾ ആരെ സൈഡ് ഇപ്പൊ എങ്ങനെയാണ് ഈ കളി പോകുന്നത്, ആ സാധനമൊന്നും കിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ കളിക്കാൻ പറ്റും? അതാണ് മെയിൻ ഒരു സാധനം. അത് എങ്ങനെയെങ്കിലൊക്കെ കളിച്ചു പോവാ. സുപ്രഭാതം ബിഗ് ബോസ്, അല്ല എല്ലാ ആഴ്ചയും ലാലേട്ടൻ വന്നെന്ന് പറയും ഇതൊരു മൈൻഡ് ഗെയിം ആണ്. വല്ലതും മനസ്സിലാവോ അതില് മൈൻഡ് ഗെയിമിൽ? അത് ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല. ലാലേട്ടൻ അങ്ങനെ എന്ത് അഹങ്കാരം പിടിച്ച വാചകമല്ലേ. ലാലേട്ടൻ വന്ന് പറയും ഇത് മൈൻഡ് ഗെയിം ആണെന്ന് പറയും. പക്ഷെ അപ്പോൾ തന്നെ ബിൻസി കൊച്ച് പറയുന്നുണ്ട് ഞങ്ങൾ ആരും ഇത് മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ബിൻസി എവിക്റ്റ് ആയെന്ന് മനസ്സിലായല്ലോ. ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ബിൻസിയെ സംബന്ധിച്ച് ലാലേട്ടൻ വന്ന് പറയുന്ന കാര്യം മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിൽ പോലും അതങ്ങനെ പറയാൻ പാടുള്ള കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു പോഡ്കാസ്റ്റിൽ പോയിരുന്നിട്ട് ലാലേട്ടൻ വന്ന് മൈൻഡ് ഗെയിം എന്ന് പറയുമ്പോൾ ഞങ്ങളാരും മൈൻഡ് ചെയ്യാറില്ല. അതൊരുതരം അഹന്തയല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ബാക്കി നോക്കാം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 ആഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ് ബിൻസി പ്രശ്നം. അതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് 2ാമത്തെ ആഴ്ച പുറത്ത് വരേണ്ടി വന്നത്. ബിൻസി ആ 2 ആഴ്ച ഹൗസിൽ നിന്നപ്പം ബിൻസിയുടെ വിലയിരുത്തല് ബിൻസി 2 ആഴ്ച ആണോ ശരിക്കും? അയ്യോ അല്ലായിരുന്നു കേട്ടോ, ഭയങ്കര വിഷമായിരുന്നു. 70 ഞാൻ പ്രതീക്ഷിച്ചു. ആണല്ലേ? എനിക്ക് 100 ദിവസം തികയ്ക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരിച്ചു വരുമ്പോൾ ഞാൻ ലോസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഒരു 50 ദിവസം ഞാൻ മനസ്സിൽ കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ച? PR ആണോ? തീർച്ചയായിട്ടും PR-ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ PR ആണല്ലോ എല്ലാവരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. വീണ്ടും റീ എൻട്രിയുടെ സമയത്താണ് അറിയുന്നത് ബിൻസിക്ക് പകരം എവിക്റ്റ് ആകേണ്ട മറ്റൊരാളായിരുന്നു, പൈസ കൊടുത്തിട്ടാണ് ആള് നിന്നെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മോ വീണ്ടും നമ്മൾ തകർന്നു. കഴിഞ്ഞ ദിവസം വരെ അങ്ങനെയല്ലല്ലോ ബിൻസി കൊച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അനുവിന്റെ PR അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെ മാറിയത്? PR ഇല്ലാത്ത ആൾക്കാര്, എനിക്ക് മുൻഷി ചേട്ടന്, സരിക ചേച്ചിക്കൊന്നും PR ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അവിടെ അനുവിന് മാത്രമല്ല എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അപ്പൊ ശാരിക്ക് PR ഉണ്ടായിരുന്നു, രേണുവിന് PR ഉണ്ടായിരുന്നു. PR ഇല്ലാത്തൊരു വേറെ അവിടെ ഉണ്ട്. സാബുമാന് PR ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നത് ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് അനുവിന്റെ PR-നെ കുറിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും PR ഉണ്ട്. ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്താ കാര്യം?
എയറിൽ നിന്നൊന്നും മെല്ലെ താഴെ വരണമല്ലോ, പക്ഷെ ഉടനെ ഒന്നും വരില്ല. കണ്ട കോളൊന്നും വരാൻ ചാൻസ് ഇല്ല. മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ പോവാണ്, ഞാൻ PR ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ആഷിഖിനെയും ഷിഫിനെയും ഏൽപ്പിക്കുന്നത് അത് PR വർക്കാവൂ? അങ്ങനെ പക്ഷേ ഇവരെ ഏൽപ്പിക്കുന്നത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന എന്റെ അനിയത്തി എന്റെ ഫ്രണ്ടാണ്, പക്ഷെ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് PR പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു മോളെ, അതിനെയാണ് PR എന്ന് പറഞ്ഞത്, അൺപെയ്ഡ് PR എന്ന് പറയും. ഇപ്പോൾ ബിൻസിയുടെ അനിയത്തി ഏൽപ്പിച്ചിട്ട് പോയെങ്കിൽ, അല്ലെങ്കിൽ ബിൻസിയുടെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ട് പോയെങ്കിൽ, അവർ ബിൻസിയുടേതായിട്ടുള്ള ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ അല്ലെങ്കിൽ പോസ്റ്റുകളോ ഒക്കെ ഇടുന്നതിനെയാണ് PR എന്ന് പറയുന്നത്. അത് പക്ഷേ പേയ്മെൻറ്റ് കൊടുക്കാത്ത PR ആണ്, അൺപെയ്ഡ് PR ആണ്. മറ്റേത് പെയ്ഡ് PR ആകുമ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കും, കാരണം കാശ് മേടിച്ചിട്ട് പണിയെടുക്കുന്നതല്ലേ. അവർ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ചിലപ്പോൾ വേറെ ആളെയൊക്കെ ഹയർ ചെയ്ത്, ചിലപ്പോൾ എഡിറ്ററെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി ഒരാളെ ഹയർ ചെയ്യും, എഡിറ്റിങ്ങിന് വേണ്ടി ഒരാളെ ഹയർ ചെയ്യും, ഈ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഹയർ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ PR എന്ന് പറയുന്നത് ബിഗ് ബോസിൽ മാത്രമല്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബിഗ് ബോസിൽ മാത്രമല്ല PR ഉള്ളത്, എല്ലാ മേഖലകളിലും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയെ കൊണ്ട് ചെയ്യിച്ചതും PR ആണ്, അത് അൺപെയ്ഡ് PR. ബിൻസി ക്വസ്റ്റൻ ഇതുവരെ അത് മനസ്സിലായില്ലേ? ഇപ്പോഴും PR ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നൊരു മാറ്റം ഉണ്ടാവുമെന്ന് അതൊരിക്കലും ഇവന്മാരെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി PR എന്തോന്നാണ് എടാ, നമ്മുടെ വീഡിയോസും നമ്മുടെ അവിടെ ലൈവ് 24 hours ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇപ്പൊ PR-ന് ഇപ്പോഴാണ് അറിയുന്നത് 1 വീക്കിന് 7 lakh ആണ്, അങ്ങനെ പറയുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പൊ ഞാൻ PR-നെ കുറിച്ച് അന്വേഷിക്കാൻ പോലും പോകാണ്ടിരുന്നത് എന്റെ ഫ്രണ്ട്സ് പോലും എന്റെ അടുത്ത് പറഞ്ഞു, ബിൻസി നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു, ബിൻസി ഒരു 5 ലക്ഷം രൂപ എങ്ങനെ പോയാലും നമുക്ക് ഇറക്കേണ്ടി വരുമായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ച്. കാരണം ഇവർ പറയുന്നത് 24 hours ലൈവ് കാണണം, നിനക്ക് അവിടെ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും അതിന് ഞങ്ങൾ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യണം. ഇത് കണ്ടോണ്ടിരുന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ വിഷ്വൽസ് ഒന്നും എവിടെ നിന്നും കിട്ടത്തില്ല. അല്ല, അനിയത്തിയോട് പിന്നെ എന്ത് പറഞ്ഞാ ബിൻസി പോയത്? എന്തെടുത്ത് കട്ട് ചെയ്തിടാൻ വേണ്ടി പറഞ്ഞിട്ടാ പോയത്? ഇതൊക്കെ തന്നെ അല്ലേ? ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റാത്ത ആരുടെ കുഴപ്പമാണ്? ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ തന്നെ ഇന്ന് ഇവിടെ വന്നപ്പോ ബിൻസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്താണ് ഒരു വശം ബിൻസി എല്ലാവരും വെറുത്തു എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ കണ്ടില്ലേ ബിൻസിക്ക് കിട്ടിയ റെസ്പോൺസ്? അവിടെ നിന്ന് ഒരു അമ്മ ഒക്കെ വന്നിട്ട് ബിൻസി വീഡിയോ കാണാൻ നല്ല രസമാണ്. എനിക്ക് കെട്ടിപ്പിടിച്ച് ആക്ച്വലി അതൊരു ഗെയിം ഷോ ആണ്. നമ്മളെ മലയാളി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ മലയാളി ഓഡിയൻസ് അത് കണ്ടിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് ജഡ്ജ് ചെയ്തിട്ട് അങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്. അതൊരു ഗെയിം ഷോ ആയിട്ട് ആരും കാണില്ല. ഈ ഗെയിമിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല സ്ട്രാറ്റജീസ് ഇറക്കും. ഇവര് വിചാരിക്കുന്ന എന്തോ ഇതൊക്കെയാണ് റിയൽ ലൈഫ്. അല്ല, ഇവര് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഗെയിം കഴിഞ്ഞിട്ടും ആൾക്കാർ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ രസം. അതവിടെ തീർത്തിട്ടാണ് കണ്ടസ്റ്റൻസും അതുപോലെയാണ് പറഞ്ഞു. ഈ സെൽഫ് ട്രോൾ എന്ന് പറഞ്ഞ സാധനമുണ്ടേ. ബിൻസി ഇപ്പം എന്താ പറഞ്ഞത്? ഗെയിം തീർന്നിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിൻസി ഇവിടെ എന്താ ചെയ്യുന്നത്? ബിൻസി എവിക്റ്റായ ആ ദിവസം മുതൽ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ ബിൻസിയുടെ യാത്രകളൊക്കെ കഴിഞ്ഞതിന് ശേഷം റീ എൻട്രി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ബിൻസി പറഞ്ഞു നടക്കുന്നത് എന്താണ്? ഗെയിം കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പെരിയാർ അൺഫെയർ എവിക്ഷൻ, ഇത് തന്നെയാണ് ബിൻസിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടുന്ന് ആങ്കർ തിരിച്ചു പറയുന്നുണ്ട്, ചില കണ്ടസ്റ്റൻസും ഈ ഗെയിം കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലരിൽ ഒരാളാണ് ബിൻസി എന്ന് പറയുന്നത്. ഇപ്പോഴും ബിൻസിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ എവിക്ഷൻ ഫെയർ ആയിരുന്നു. അത് ആരോ എനിക്കൊന്ന് വിനു ആണെന്നൊന്ന് പറഞ്ഞത് ബിൻസി പോകേണ്ട ആഴ്ചയിൽ പോകേണ്ടത് ശൈത്യയായിരുന്നു. പക്ഷേ ശൈത്യയുടെ പേരൊന്നും ബിൻസി പറയുന്നില്ല. മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എൻ്റെ ശൈത്യ ആയതുകൊണ്ടാണോ പറയാത്തത്? ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശൈത്യ ആയതുകൊണ്ടാണോ പറയാത്തത്? പേര് പറയാനുള്ള ധൈര്യം കാണിക്ക്. നിങ്ങൾക്ക് പകരം പോകേണ്ടിരുന്നത് ആരായിരുന്നു? ഇനി വേറൊരു കാര്യം മനസ്സിലാക്കുക, ബിൻസി ഈ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, വോട്ട് മറിച്ച് ശൈത്യാൻ അവിടെ നിർത്തിയിട്ട് എന്നെ എവിക്ട് ചെയ്യിക്കാൻ PR-ന് കഴിഞ്ഞു എന്ന ലെവലിൽ സംസാരിക്കുന്നുണ്ട്. ഇത് ഏഷ്യാനെറ്റിൻ്റെ റൂളിന് അഗെയിൻസ്റ്റ് അല്ലേ? ഏഷ്യാനെറ്റിന് അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ലേ? അതായത് ഏഷ്യാനെറ്റിൽ ഒരാഴ്ച എന്നുള്ളത് അടുത്തൊരാഴ്ച കൂടി ഒരു കണ്ടസ്റ്റൻറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അത് PR-നെ കൊണ്ട് സാധിക്കുമെന്ന് ബിൻസി പറയാതെ പറഞ്ഞു വെക്കുകയാണ് അവിടെ. അപ്പോൾ ആ ഷോയുടെ ക്രെഡിബിലിറ്റി എന്താണ്? വോട്ട് ചെയ്യുന്ന നാട്ടുകാരെന്തോ മണ്ടന്മാരാണോ? PR വിചാരിച്ചാൽ ഒരാളെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? എല്ലാവരും PR-ന് കാശ് കൊടുത്ത് പോയാൽ പോരെ? അപ്പോൾ ബിൻസി ശരിക്കും പറഞ്ഞാൽ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന ലെവലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റില്ലേ? അങ്ങനെ എടുത്താൽ മാത്രമേ ഇവരുടെ വാടയ്ക്കാൻ പറ്റുള്ളൂ. ആ പോഡ്കാസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിനകത്ത് പല കാര്യങ്ങളും പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ മുഴുവൻ എടുത്ത് വെക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിലെ വീഡിയോ ഏകദേശം 2 മണിക്കൂർ പോകും. അതുകൊണ്ടാണ് ചില മെയിൻ കട്ട്സ് മാത്രമേ ഞാൻ എടുത്തത്. അപ്പോൾ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോയി ആ ഷോയിൽ പുറത്തേക്ക് വരേണ്ടി വന്നു. അത് ഡിപ്പെൻസ് ആണ്. പിന്നെയും ആ ഷോയെ കുറ്റം പറഞ്ഞ് നടക്കുക, ആ ഷോയിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസിനെ കുറ്റം പറയുക, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുക. ആ ഷോയിൽ നിങ്ങൾ വിജയിക്കാൻ പറ്റാതെ പോയ ഒരാളാണ്. അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് ആദ്യം. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ഞെട്ടലൊക്കെ തോന്നിയത്, സാബുമാനൊക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ സാബുമോനൊക്കെ ലാസ്റ്റ് വരെയൊക്കെ പിടിച്ച് നിൽക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ട് ശരിക്കും. നമ്മളിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല മാഹിൻ മച്ചാനെ. അതിനകത്ത് സാബുമാന് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു വ്യക്തി
പിടിച്ചു നിൽക്കണമെങ്കിൽ അയാൾക്ക് ജനങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, അയാളുടെ പെരുമാറ്റത്തിൽ ഒക്കെ ജനങ്ങൾക്ക് തോന്നണം, ഇവൻ നല്ലതാണ്, അല്ലെങ്കിൽ ഇവൻ കൊള്ളാം, അല്ലെങ്കിൽ അവനോട് സിമ്പതിയെങ്കിലും തോന്നണം. അറ്റ്ലീസ്റ്റ് സാബുമാന് സംഭവിച്ചത് അത് തന്നെയാണ്. അതായത് ആ ഹോട്ടൽ ടാസ്കിനകത്ത് സാബുമാനെ പ്രതിമ പോലെ പിടിച്ച് പുറത്ത് നിർത്തിയ ആ ഒരു എത്രയോ മണിക്കൂറുകൾ ഇരിക്കുക പോലും ചെയ്യാതെ അവിടെ നിന്നു, ഭക്ഷണം പോലും കഴിക്കാതെ നിന്നു. ആ ഒരൊറ്റ ദിവസം കൊണ്ടാണ് സാബുമാൻ്റെ ഗ്രാഫ് മാറിയത്. അതുവരെ വലിയ വാല്യൂ ഒന്നും കൊടുക്കാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഒന്നും ചെയ്യുന്നില്ലായിരുന്നു, വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ലാലേട്ടൻ എന്തെങ്കിലും ചോദിച്ചാൽ പോലും വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ല, ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരൊറ്റ ടാസ്കോട് കൂടി സാബുമാൻ്റെ ഗ്രാഫ് മാറി. ആൾക്കാർക്ക് ഒരു നോട്ടപ്പുള്ളിയായിട്ട് സാബുമാൻ മാറി. അതിനുശേഷം പിന്നെ സംഭവിച്ചതെല്ലാം മറ്റുള്ളവരെ പുറത്താക്കാൻ വേണ്ടി പലരും സാബുമാനെ വോട്ട് ചെയ്തു. ഇങ്ങനെയാണ് സാബുമാൻ അവിടെ അവസാനം വരെ നിന്നത്. അതിന് ബെൻസി പറയുന്നതാണ് സാബുമാൻ്റെ ഭാഗ്യം കൊണ്ടാണ്. ഭാഗ്യമല്ല, സാബുമാന് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ കണക്ട് ആവാൻ പറ്റി. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും. എപ്പോഴാണോ ആ കണക്ഷൻ കട്ടായത്, സാബുമാൻ ഒരു തരം നാരദൻ്റെ സ്വഭാവമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ ആളെ വിക്റ്റായി. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്താണെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഷോ എന്താണെന്നോ ഇവർക്ക് മനസ്സിലായിട്ടില്ല. ബെൻസിക്ക് ഉൾപ്പെടെ മനസ്സിലായിട്ടില്ല. മാഹിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, ബെൻസിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ബെൻസി ഇപ്പോഴും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ മോളെ, എപ്പിസോഡ് കാണുക. അതേ വഴിയുള്ളൂ, വേറെ ഒരു വഴിയുമില്ല. ബാക്കി അല്ല, സാബുമാൻ ഒരു നെഗറ്റീവ് ഇല്ല. അവന്റെ ഒരു ചിരി, അവന്റെ വേറെ പെർഫോമൻസ്, അവൻ ഡാൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതാണ് അവന് കൂടുതൽ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ Eat 5 star do nothing. മോള് 2 ആഴ്ചയോടെ എന്താണോ കാട്ടിക്കൂട്ടിയത്, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചെയ്തിട്ടില്ല എന്നുള്ള തെളിവ് ബിൻസി തന്നെ തരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഒരു കുറ്റം പറയാനായിട്ട് നമുക്കുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ അങ്ങനത്തെ ഒരു പയ്യൻ കുറ്റം പറയാൻ വന്നു കഴിഞ്ഞാൽ തോന്നുന്നില്ലല്ലോ അവൻ കിട്ടുന്നത്. പക്ഷെ അവൻ ലാസ്റ്റ് വരെ പിടിച്ചിരിക്കുക. അതൊരു PR-ലൂടെ ആയിരിക്കും ചിലപ്പോ. മേ ബി എനിക്കറിയില്ല സാബുമാൻ എന്താ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ അതാണ് അല്ലേ. പക്ഷെ എനിക്ക് തോന്നണതേ 2 ആഴ്ചയൊക്കെ രക്ഷപ്പെട്ടത് ആൾക്കാർക്ക് നെവിന്റെ അടുത്തുള്ള കലിപ്പ് കാരണമാണ്. മറ്റേ വെള്ളമൊക്കെ ഒഴിച്ചാൽ നെവിൻ എവിക്റ്റ് ആയി പോകാൻ വേണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഓട്ട് ഇട്ട് കൊടുത്ത്, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആരുടെ മാറി നിൽക്കാൻ പറഞ്ഞല്ലോ. അതൊരു നല്ല നെവിന്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഫിസിക്കൽ വല്ല ഉണ്ടെങ്കിൽ ചവിട്ടി വെളിയിലാക്കി അങ്ങോട്ടും എക്സാക്ട്ലി ആ സാധനം. ശരിക്കും അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കാണിക്കേണ്ട മെയിൻ ഒരു സംഭവം ദേഷ്യം വെച്ചിട്ടാണോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ? എങ്ങനെയാണ് ചൊറി? എന്റെ മച്ചാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം കരഞ്ഞ് 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 മെഴുകി അവിടെ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് ഒക്കെ പിടിച്ച് അവിടെ നിൽക്കാൻ പറ്റും. നെവിനൊക്കെ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തടാ. ശരിയാണ്, ഒരു മഞ്ഞ ഡ്രസ് ഇട്ടിട്ട്. എന്റെ പൊന്നു നെവിനെ, നിനക്ക് ഏത് സമയത്താണ് അത് തോന്നിയത്? കാണുന്നവരോടെല്ലാം പറഞ്ഞെടുക്കാൻ നെവിൻ എന്നെ പ്രപ്പോസ് ചെയ്തു, നെവിൻ എന്നെ പ്രപ്പോസ് ചെയ്തു. സമ്മതിക്കണം എന്റെ പൊന്നോ. മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ 2 ആഴ്ച. അപ്പം അങ്ങനെ ഒന്ന് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഇപ്പം ഞങ്ങൾ റീ എൻട്രി കയറിയപ്പോ നെവിൻ പറയായിരുന്നു, നീ അന്ന് യെസ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇവിടെ നിൽക്കായിരുന്നു. സോ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പല രീതിയിൽ ആ വീട്ടിൽ നിൽക്കാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആൾക്കാരെ. നമുക്ക്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, റിയൽ ആയിട്ട് അവിടെ നിന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചെങ്കിലും ആദ്യത്തെ നമുക്ക് എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഞങ്ങൾക്കൊക്കെ പറ്റിയത് അതാണ്. ഞങ്ങൾ അനീഷിനെ വളർത്തി. ഞങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, അനീഷ് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്തെ അനീഷ് ഗെയിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി വരുമ്പോ തന്നെ അനീഷ് ഗെയിം കളിക്കാൻ വന്നതാടോ, അല്ലാണ്ട് അവിടെ സിനിമ കാണാൻ വന്നതല്ല. അനീഷ് ഗെയിം കളിക്കാൻ വന്ന സമയം മുതൽ അനീഷ് ഗെയിം തുടങ്ങി. അത്രേ ഉള്ളൂ. നിങ്ങൾ അവിടെ പോയി തമാശ പറഞ്ഞിരിക്കാൻ പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല, നിങ്ങൾ 2ാമത്തെ ആഴ്ച തിരിച്ചു വരേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചത്. പിന്നെ ലവ് ട്രാക്ക് പിടിച്ചപ്പോൾ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. കൊടുക്കേണ്ട കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എയർ ചെയ്യും, പുറത്തേക്ക് വിടും. അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരേണ്ടി വന്നു. നമുക്ക്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, റിയൽ ആയിട്ട് അവിടെ നിന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചെങ്കിലും ആദ്യത്തെ നമുക്ക് എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഞങ്ങൾക്കൊക്കെ ആദ്യം പറ്റാത്തതുകൊണ്ടാണ് ബിൻസി ചേച്ചി അവസാനം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത്. അവസാനം സ്ക്രീൻ സ്പേസ് വല്ലാണ്ട് ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ ഈ അവസാനം കാണിച്ചത് ആദ്യം കാണിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഉണ്ടായില്ല. അതാ നമ്മൾ കയറി വരുമ്പോ തന്നെ അനീഷ് അനുവിന്റെ അടുത്ത് ചൊറിയുന്നു. അത് കഴിഞ്ഞ് മറ്റു വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. ആരാണ് അടുത്ത് വരുന്നെന്ന് അറിയത്തില്ലല്ലോ, അതിന്റെ എക്സൈറ്റ്മെന്റിൽ. അപ്പൊ പോലും അനീഷ് അവിടെ ചേറിട്ട് ഇങ്ങനെ ഒരു ഇരുത്തങ്ങിരിക്കുകയാണ്. അങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയ പുള്ളിയാ. പക്ഷെ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എപ്പിസോഡ് ഒന്നും ഞങ്ങളില്ല, അനീഷ് മാത്രമാണല്ലേ. മനസ്സിലായല്ലോ എന്താണ് എവിക്റ്റ് ആവാൻ കാരണമെന്ന്. എപ്പിസോഡിലൊന്നും നിങ്ങളില്ല. നിങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലേ നാട്ടുകാർക്ക് കാണാൻ പറ്റുള്ളൂ, കണ്ടാൽ മാത്രമല്ലേ അവർ വോട്ട് ചെയ്യുള്ളൂ. അപ്പൊ അവനവനെ ഒരു ബോധമുണ്ട്. എപ്പിസോഡ് ഇല്ലാത്തത് കൊണ്ടാണ് എവിക്റ്റ് ആയത്. പിന്നെയും പറയാം, അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. അതെ, എന്റെ അമ്മയൊക്കെ വീട്ടിൽ ചെന്നപ്പോ അമ്മയൊക്കെ തഗ്ഗിന്റെ ആളാണ്. വീട്ടിൽ ചെന്നപ്പോ ചോദിച്ചു, മോളെ എവിടെ ആയിരുന്നു? ഞാനാണെ കരഞ്ഞ് വിഷമിച്ച് എവിക്റ്റായി വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ബിഗ് ബോസിൽ പോയതല്ലേ അമ്മ, നിന്നെ കണ്ടതേ ഇല്ല 2 ആഴ്ച എന്നാണ് പറഞ്ഞത്. ഇതിൽ പരം ട്രോള് വേറെ എവിടെ വേണം? സ്വന്തം അമ്മ തന്നെ പറയുന്നത്. മോളെ, സാധാരണ അമ്മമാർ ഫുൾ ടൈം ഇരിക്കുന്നത് മക്കളെ കാണാൻ വേണ്ടിയാണല്ലോ. ഈ ബിഗ് ബോസിൽ പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ല, പൊടി പോലും ഇല്ല, കണ്ടുപിടിക്കാനെന്നാണ് അമ്മ പറയുന്നത്. പിന്നെ നാട്ടുകാർ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ വല്ല അത്ഭുതമൊന്നും ഇല്ലല്ലോ, അല്ലേ?
എന്നിട്ടും പറയുന്നു അൺഫെയർ എവിക്ഷൻ. കഷ്ടം. ശരിക്കും പറഞ്ഞ എഡിറ്റിൽ ഭയങ്കര ഒരു വലിയ കളിയുണ്ടല്ലേ? എഡിറ്ററിനല്ല, ഭയങ്കര ഒരു പവർ ഉണ്ട് ശരിക്കും പറഞ്ഞു. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എവിടെയൊന്നോ കേട്ടൊരു സംഭവമാണ്. അതായത് ഒരു ദിവസം ഇവർക്ക് അവധി കിട്ടുമെന്ന്. സ്കൂള് നമുക്കൊരു ഞായറാഴ്ച അവധി കിട്ടും പോലെ ഒരു ദിവസം എന്താ അവധി കിട്ടും. ആ ടൈം ഭയങ്കര ഫ്രീ ടൈം ആയിട്ടൊക്കെ ഇരിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ക്യാമറ വർക്ക് ചെയ്യൂലെന്നൊക്കെ, പിക്നിക്കൊക്കെ പോവാന്നൊക്കെ പറയും പോലെ. അവിടെ നിന്ന് വെളിയിറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടോ? ഒരു ദിവസം അവധി ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ മിണ്ടൂല, അതെന്താന്നറിയാമോ, ഇവർക്ക് കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ ആ കോൺട്രാക്ട് വിട്ട് ഇവർക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര പുതിയ ഇൻഫോ ആണല്ലോ ആ സംഭവം. അയ്യോ, കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് വിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഇറങ്ങിയ ആഴ്ച ഇറങ്ങേണ്ടത് ഞാനല്ലായിരുന്നു, അത് വേറൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, അത് ഓട്ട് മറിച്ചിട്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞത് കോൺട്രാക്ട് ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ അത് കോൺട്രാക്ട് ബ്രേക്കിംഗ് അല്ലേ? നടപടി വരേണ്ടതല്ലേ? അല്ല, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ആ പോഡ്കാസ്റ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പോയി കണ്ടറിയാൻ പറ്റും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഞ്ജനയുടെ ഇന്റർവ്യൂ. കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു, മോളെ ഞാൻ പറയാനുള്ളത് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം ഞാൻ തിരിച്ച് വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുൻചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് മാത്രം ഞാൻ പറയുന്നത്. ആള് പറഞ്ഞു ഞാൻ നല്ലപോലെ അത്യാവശ്യം തിരിച്ച് കുറച്ച് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, എത്ര നോക്കിയിട്ടും കാണുന്നില്ല. ഏറ്റവും ആദ്യം കിടക്കുന്ന ബിൻസിയുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. അടുത്തൊരു ഒരു ആരോപണമാണ് ഏഷ്യാനെറ്റിനെതിരെ, ചാനലിനെതിരെ. അതായത് മുൻഷി രഞ്ജിത്ത് കൊടുത്ത ഇന്റർവ്യൂ അത് ഇവർ എയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതൊക്കെ ചാനലിനെതിരെയുള്ള ആരോപണങ്ങളാണ്. അതായത് ഫസ്റ്റ് ഇന്റർവ്യൂ കിടക്കുന്നത് ബിൻസിയുടെ ആണെന്നാണ് പറയുന്നത്. മുൻഷി അഞ്ജന നമ്പ്യാരോട് കണക്കിന് മറുപടി കൊടുത്തതുകൊണ്ട് ആ ഇന്റർവ്യൂ എയർ ചെയ്തിട്ടില്ല എന്നാണ് ആരോപിക്കുന്നത്. ഇതൊക്കെ ചാനലുകാർ കാണുന്നുണ്ടോ ആവോ, എനിക്കറിയത്തില്ല. ഇതൊക്കെ ആരോപണങ്ങളാണ്, ചാനലിനെതിരെയുള്ള ആരോപണങ്ങളാണ്. ഒരു വർഷം കോൺട്രാക്ട് നിലനിൽക്കെ വെക്കുന്ന ആരോപണങ്ങളാണ്. നല്ല ഒരു ബന്ധമുള്ള എത്ര പേരുണ്ട് ഇപ്പൊ റീ എൻട്രി ഭയങ്കര കമ്പനിയായിട്ടുള്ള? ശരത്തുമായിട്ട് നല്ല കമ്പനിയായിരുന്നു തുടക്കം മുതലേ. അത് കഴിഞ്ഞിട്ട് വേറെ ബിന്നി, സരിക ചേച്ചി, പിന്നെ പേര് പോരിട്ടെടുത്തത്, പിന്നെ നെവിൻ, ജിസേലായിട്ടൊന്നും എനിക്ക് ആദ്യം ഇത്രയും കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല കൂട്ടാണ്. ജിസേൽ, ആര്യനായിട്ട്, അതുപോലെ ജിഷിൻ ചേട്ടൻ. വൈൽഡ് കാർഡ്സ് ആയിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, എനിക്ക് അവരാരെ അറിയത്തുണ്ടായിരുന്നില്ല. ചിലരെ പുറത്ത് വെച്ച് അറിയായിരുന്നു, അതല്ലാണ്ട് എനിക്ക് പേഴ്സണലി ആരെ അറിയത്തുണ്ടായിരുന്നില്ല. ജിഷിൻ ചേട്ടനായിട്ട് ഇപ്പൊ നല്ല കൂട്ടായി. ഒനീലേട്ടൻ ആയിട്ട്, ഒനിലൊന്നും ആദ്യം എനിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല, ഇയാൾ എന്താണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒനിലേട്ടനായിട്ട് ഇപ്പൊ നല്ല കമ്പനിയാണ്. അങ്ങനെ അക്ബറിക്കായിട്ട് പിന്നെ കൂട്ടായിരുന്നു അകത്ത് വെച്ച്. അത്യാവശ്യം നല്ല കോണ്ടാക്ട്സ് എല്ലാവരും ആയിട്ടുണ്ട്. അതെന്താ അവസാനമായി പോയത്? റീ എൻട്രി സമയത്ത് ഒറ്റയ്ക്ക് കൂടെ നിന്ന് ശൈത്യ ആയിരുന്നല്ലോ അനുവിൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി. പിന്നെന്താ ശൈത്യയുടെ പേര് അവസാനമായി പോയത്? ചിലപ്പം ബിൻസിക്ക് പകരം പോകേണ്ടുന്ന ശൈത്യയാണ് എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ശൈത്യയുടെ പേര് അവസാനമായി പോയതല്ലേ? നിലപാട് സിംഹം. കൂടെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ, ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ഞാൻ 90 അല്ലെങ്കിൽ 100 ദിവസം നിന്നനെ എന്ന് പറയുകയാണെങ്കിൽ എന്ത് കാര്യം അതിൽ കൊണ്ടുവന്നനെ? ഞാനേ ഹൗസിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തു. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആളാണ്. പല പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങളും ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്ക് ഈ അനീഷ് ഇവിടെ രാവിലെ തൊട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, സുപ്രഭാതം പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളുടെ വെറുപ്പീരിന്റെ ഇടയ്ക്ക് ഞാനും കൂടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സൈലന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട്. ജിസേലിന്റെ പല കാര്യങ്ങളും, അതായത് ലിപ്സ്റ്റിക്കിന്റെ കേസൊക്കെ അനുമോള് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കുക, അനുവിന് വേറെ പണിയൊന്നും ഇല്ലേ, എന്തിനാ ഇത്? പക്ഷെ അനുവിന്റെ PR ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടോ നമുക്ക് അറിയത്തിണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ പുറത്ത് വലിയ കണ്ടന്റ് ആയിരുന്നെന്ന് നമുക്ക് പിന്നെയാ മനസ്സിലായത്. ജിസേലിന്റെ ഇന്നറും പൊക്കി പിടിച്ചോണ്ട് എല്ലാവരും ഒരാഴ്ച ഫുള്ള് നടന്ന് 4-8 വരെ വന്നിട്ട് ചോദിച്ച്. ജിസേലിന്റെ ഇന്നർ വരെ വൈറലായി, പക്ഷെ എന്നിട്ടും ബിൻസിമോള് മാത്രം വൈറലായില്ല. ഇതൊക്കെ തന്നെയാണ് കാരണം എവിക്റ്റ് ആവാനായിട്ട്. അവിടെ കോണ്ടന്റ് കൊടുക്കേണ്ടവർ കോണ്ടന്റുകൾ കൊടുത്തോണ്ടിരുന്നു, നെഗറ്റീവ് ഓർ പോസിറ്റീവ് കോണ്ടന്റുകൾ കൊടുത്തോണ്ടിരുന്നു. ബിൻസി കൊച്ച് അവിടെ ഇരുന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാ അനീഷിനെ പോലെ ഇങ്ങനെ വെറുപ്പിക്കുന്നത്, എന്തിനാ അനുമോളെ പോലെ ഇങ്ങനെ വെറുപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ അങ്ങ് ഇരുന്നു. അതുകൊണ്ട് 2ാമത്തെ ആഴ്ച വീട്ടിൽ വരേണ്ടി വന്നു. ചോദ്യവും ഉത്തരവും ബിൻസിമോള് തന്നെ തരുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അങ്ങനെ ജിസേലിന്റെ ഇന്നർ വരെ വൈറലായി. അപ്പൊ ആ സമയത്ത് പോലും എനിക്കൊക്കെ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് നാണക്കേടായിരുന്നു. എന്തിനാണ് ഇവരത് സംസാരിക്കുന്നത് ആലോചിച്ചു പോയി. പിന്നെ മനസ്സിലായിരുന്നു എല്ലാവരുടെ ഇന്നറും കൊണ്ട് വരണമായിരുന്നു, എല്ലാവരും ലിപ്സ്റ്റിക്കും അതും ഇതും അങ്ങനെ ഒളിച്ചും പാത്തും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പ്രതികരിക്കണമായിരുന്നു എന്ന് പിന്നീട് തോന്നി, നല്ലപോലെ തോന്നേണ്ട സമയത്ത് തോന്നിയില്ല, അതാണ് പറ്റിയത്. പോട്ടെ, സാരമല്ല, ഇനി ഒരു അവസരം വരികയാണെങ്കിൽ അപ്പം നോക്കാം. എനിവേ, അപ്പോൾ ചാനലിനെതിരെ വരെ ആരോപണങ്ങളാണ് ബിൻസിമോൾ ഉന്നയിക്കുന്നത്. പക്ഷേ ബിൻസിമോൾക്കെതിരെ കുറേ അധികം പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു കോൺട്രാക്ട് നിലനിൽക്കെ ചാനലിനെതിരെ ഇത്രമാത്രം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തി, ഒരു കണ്ടസ്റ്റന്റ്, അവർക്കെതിരെ എന്ത് നടപടി ആയിരിക്കും ചാനൽ എടുക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.